കല്യാണപ്പുരയെന്ന് എന്താ എനിക്ക് ജോലിയൊന്നും ആയില്ലേ, ഇപ്പം എന്താ ചെയ്യണേ ഈ എവിടാ എന്നൊക്കെ ചോദിക്കണതേ നല്ല ഉദ്ദേശത്തിലല്ല, ഒന്ന് വേദനിപ്പിക്കണം. 25 വയസ്സിൻ്റെ അല്ലെങ്കിൽ 24 വയസ്സിൻ്റെ ഇടയിൽ നീ സമ്പാദിച്ചിട്ടില്ലെങ്കിൽ നീ സക്സസ് അല്ല. ആരാ പറഞ്ഞു കൊടുക്കണത്? ചിലപ്പോൾ 40, 50 ആയിട്ട് സക്സസ് ആവാത്തവനാണ് ഈ പറഞ്ഞു കൊടുക്കണത്. സക്സസ് ആവാത്തവനാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. സക്സസ് എന്ന് പറയുന്നത് മുഴുവൻ ഈ പാവങ്ങളുടെ തലയിൽ പൈസ ഉണ്ടാക്കലാന്ന് മാത്രം പഠിപ്പിച്ചു വെച്ചേക്കാ. ആദ്യം കുറേ പൈസ ഉണ്ടാക്കണം. അവരുടെ തലയിൽ അങ്ങനെ ഒരു ചിന്ത ആരാ എത്തിച്ചു കൊടുത്തത്? നമ്മളൊക്കെ തന്നെ. കോളേജ് കൊണ്ട് കഴിഞ്ഞിറങ്ങി എന്തായിടാ ജോലി എന്തായി? ഒരു പോരായ്മ ഉള്ളെടുത്ത് അത് ചോദ്യം ചെയ്യാന്നുള്ളത് ആളെ വേദനിപ്പിക്കലാണ്. തടി കുറച്ച് കൂടുതലുള്ള ആളെടുത്ത് പോയിട്ട് നല്ല തടിയാണല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്ക് സന്തോഷം ഉണ്ടാവുക ആണോ? പ്രയാസമാണ് ഉണ്ടാവുക. മെലിഞ്ഞിരിക്കുന്ന ഒരാളെടുത്ത് പോയിട്ട് പറയും എൻ്റെ വീട്ടിൽ നിന്നൊന്നും തിന്നാൻ തരുന്നില്ലേ, എത്ര വിഷമാവും എന്ന് ആലോചിച്ച് നോക്കി. ഇത് ഒരു പ്രാവശ്യം കേൾക്കണതൊക്കെ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ ഓരോരുത്തരായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ ചോദ്യങ്ങളാണെങ്കിൽ ഇവർക്ക് ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം എന്ന് ആലോചിച്ച് നോക്കി. ഓരോരോ ഘട്ടത്തിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ജോലിൻ്റെ വിഷയം. ആ പ്രായത്തിലുള്ള കുറച്ച് ആൾക്കാർ കല്യാണം കഴിച്ചേക്കണമെങ്കിൽ എന്താ എനിക്ക് പെണ്ണിട്ടില്ലേ എന്താ അൻ്റെതൊന്നും ആയിട്ടില്ലേ. ഇത് നിരന്തരം കേൾക്കുന്നവൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അവർ സ്വയം വിധിക്കും എന്ത്, ഞാൻ ഈ ലോകത്തിൽ എന്നെ കൊണ്ട് കഴിയൂല. അവൻ ജീവിതം ക്വിറ്റ് ചെയ്തിട്ട് പോവും. ആരാ കാരണക്കാരൻ? സമൂഹമാണ്. സൊസൈറ്റി പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളെ ആത്മഹത്യയിലേക്ക് തള്ളിയിടുന്നുണ്ട്. അനാവശ്യമായ പ്രഷർ കൊടുത്തിട്ട് അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിച്ച് അവർക്ക് യാതൊരു മൂല്യം കൽപ്പിക്കാതെ. നിങ്ങളുടെ വീട്ടിലുള്ള ചെറിയ കുട്ടികളെ പോലും നിങ്ങൾ കുട്ടികളായി കാണാതെ അവരെ വ്യക്തികളായിട്ട് കാണും.